പുതുതായി നിർമ്മിക്കുന്ന സർവീസ് റോഡിന്റെ പണി ഒച്ചിന്റെ വേഗതയിൽ നീങ്ങുന്നതിൽ പ്രയാസപ്പെട്ട യാത്രക്കാർ. ആലത്തൂർ സോദി ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് സർവീസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. ഒരു വർഷത്തിലധികമായി പ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിലും ഒച്ചിന്റെ വേഗതയിലാണ് നീക്കം. വലുതും ചെറുതുമായ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവ ഇതുവഴി പോകാൻ പ്രയാസമേറെയാണ്. സർവീസ് റോഡിന്റെ നിർമ്മാണം ത്വരിതഗതിയിൽ പൂർത്തീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. വ്യാപാരികളും നിരവധി പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാത്തതും വ്യാപാരികളെ പ്രതികൂലമായാണ് ബാധിക്കുന്നത്. ചിറ്റൂർ ആലത്തൂർ താലൂക്ക് NSS യൂണിയൻ ഓഫീസ് ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ ഈ പ്രദേശത്താണുള്ളത്. വ്യാപാരികളും പൊതുപ്രവർത്തകരും നിരവധി തവണ ബന്ധപ്പെട്ടവരെ സമീപിച്ചെങ്കിലും അനുകൂല നിലപാടുകൾ ഉണ്ടായിട്ടില്ല. സർവീസ് റോഡിന്റെയും മേൽപ്പാലത്തിന്റെയും നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന് NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി KK വിനീഷ് കുമാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ നാഷണൽ ഹൈവേയുടെ പുറത്ത് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓഫീസാണ് നാഷണൽ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്ന ആലത്തൂർ ചിറ്റൂർ താലൂക്ക് യൂണിയൻ. സാധാരണക്കാരുടെ വഴിമുട്ടിച്ചുകൊണ്ട് ഈ ഓഫീസിലേക്കുള്ള പ്രവേശന കവാടത്തിൻ്റെ ചുറ്റുമെല്ലാം തന്നെ യാത്രക്കാർക്ക് യാതൊരുവിധ മാർഗങ്ങളും തടസ്സങ്ങളുണ്ടായിക്കൊണ്ട് തന്നെ ആണ് ഈ നാഷണൽ ഹൈവേയുടെ ഈ ഒരു സർവീസ് റോഡിൻ്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്നത്. ഒച്ച കഴിയുന്ന വേഗത്തിൽ മാത്രമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പരിപാടികൾ നടക്കുന്ന, സാധാരണക്കാർക്ക് പ്രയോജനകരമായിട്ടുള്ള ഒത്തിരി പരിപാടികൾ നടത്തുന്ന ഒരു യൂണിയനാണ് ആലത്തൂർ ചിറ്റൂർ താലൂക്ക് NSS യൂണിയൻ. അതിലേക്കുള്ള വഴികളിലേക്ക് മാർഗനിർദ്ദേശം സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിന് സുസ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വഴികൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണമെന്നാണ് നമ്മുടെ യൂണിയൻ സെക്രട്ടറി എന്നതിൽ എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.